പരിശുദ്ധനായ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റിക്കളഞ്ഞു, നിന്റെ ശത്രുക്കളെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യയെ വസിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. 4 കാര്യങ്ങളാണ് ദൈവം നമ്മോട് രാവിലെ സമയം സംസാരിക്കുന്നത്. നിന്റെ ന്യായവിധികളെ നീക്കിക്കളഞ്ഞു. എവിടെ നിന്നാണ് ഈ ന്യായവിധി വന്നിരിക്കുന്നത്? സർവ്വലോകവും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരാത്തവരായി തീർന്ന ഒരു ജീവിതാനുഭവത്തിൽ ലോകത്തിൽ ഇന്ന് പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ സകല മനുഷ്യർ ഒരുപോലെ പാപം ചെയ്യുന്നു. എന്നാൽ യഹോവയായ ദൈവം കൽപ്പിക്കുന്നു, ഞാൻ നിന്റെ ന്യായവിധികളെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ന്യായവിധികളെ മാറ്റണമെങ്കിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ന്യായവിധികൾ മാറ്റപ്പെടുകയില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാകൊണ്ട് ഈ പാപത്തിൽ നിന്നൊരു വിമുക്തി നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നാമും ആ ന്യായവിധിയിൽ അകപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഒന്നാമത്തെ കർത്താവിൻ്റെ കൽപ്പന രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു ദൈവഭക്തനാണെങ്കിൽ ന്യായവിധിയിൽ നിന്ന് നാം വിമുക്തരാകും. ലോകം അതിൻ്റെ അന്ത്യത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുടെ സമയത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 2-ാമത്തെ കാര്യം, ശത്രുക്കളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നിങ്ങൾ കർത്താവിലാണെങ്കിൽ ശത്രു നിങ്ങളെ കീഴടക്കുവാൻ ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. ഇന്നലെ വരെയും കണ്ട സങ്കടം, ഇന്നലെ വരെയും ഉണ്ടായിരുന്ന ന്യായവിധി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് പരിശുദ്ധാത്മാവ് രാവിലെ സമയം സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാവിലെ സമയം ഇതുവരെയും ഈ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ കർത്താവിനെ സ്വീകരിക്കുക, ഈ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. നിങ്ങളുടെ ന്യായവിധി മാറിപ്പോകും. ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകും. യഹോവ രാജാവായി നിങ്ങളുടെ മുമ്പിൽ വാഴും. ഇനിയും നിങ്ങൾ അനർത്ഥം കാണാതെ ഇരിക്കും. ഈ കർത്താവിൽ വിശ്വസിക്കുക, ഈ കർത്താവിൽ നിന്ന് ഈ നന്മ പ്രാപിക്കുക. ഇനി അനർത്ഥം നിങ്ങൾ കാണുകയില്ല. നാളുകളായി അനർത്ഥം നിങ്ങളെ കീഴടക്കുകയല്ലേ? ശത്രുക്കൾ നിങ്ങളുടെ മുമ്പാകെ വാഴുകയല്ലേ? ഇനിയും നീ ശത്രുവിൻ്റെ മേൽ വാഴുവാൻ പരിശുദ്ധാത്മാവ് രാവിലെ സമയം കൽപ്പിക്കുന്നു. ഇനിയും ശത്രുക്കളുടെ മേൽ നിങ്ങൾ വാഴുക. ശത്രുവിൻ്റെ മുമ്പാകെ നിങ്ങളെ മേശയൊരുക്കി മാനിക്കുന്നൊരു ദൈവം, ശത്രുക്കളുടെ മേൽ വാഴുവാൻ അനുവാദം തരുന്നൊരു ദൈവം. രാവിലെ സമയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ക്രിസ്തുവിനായി ജീവിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.